മിസ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മിസ് എന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എക്സാം ഇതാ ഇങ്ങ് അടുക്കാറായി. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ടല്ലേ. അപ്പം ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഏത് ആക്ടിവിറ്റി ആയിട്ടാണ്? യെസ്, കഥാപാത്ര നിരൂപണം. എടാ, ഒരു കഥാപാത്ര നിരൂപണം അറിയണമെങ്കിൽ ഒരു കഥാപാത്ര നിരൂപണം എങ്ങനെയാണ് എഴുതണമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം കഥാപാത്രത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. കഥാപാത്രം ഏതൊക്കെ പാഠഭാഗത്തിലേതാണെന്ന് അറിഞ്ഞിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് പാഠഭാഗത്തെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം അല്ലേ. മിസ് എപ്പോഴും പറയാറുണ്ട്, ഏതൊരു പാഠം പഠിക്കുമ്പോഴും മക്കളെ കഥാപാത്രങ്ങളെ ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അതേപോലെ പാഠഭാഗം ആരുടേതാണെന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. കാരണം കഥാപാത്ര നിരൂപണമൊക്കെ എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ അയ്യോ ഇത് ഏത് പാഠഭാഗത്തിലേതായിരുന്നു, അയ്യോ ഇതിന്റെ സവിശേഷതകളൊക്കെ എന്തൊക്കെയായിരുന്നു നിങ്ങൾ ആലോചിച്ച് വെറുതെ സമയം പോക്കാൻ നിൽക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു കഥാപാത്ര നിരൂപണം എഴുതണമെങ്കിൽ കഥാപാത്രങ്ങളെ പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, മീനോളം എന്ന നാടകത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ്? മീനോളം എന്നുള്ള പാഠഭാഗം പഠിച്ചത് ഓർക്കുന്നുണ്ടോ? യെസ്, ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം? ആ ഒരു കഥാപാത്രത്തിന് ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം? ഏത് കഥാപാത്രത്തിനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? സവിശേഷതകൾ വിശദീകരിച്ച കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പോൾ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കഥാപാത്രങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നത്? ഒരു അമ്മമീൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു കുഞ്ഞുമീനും ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ മിസ് ഇവിടെ എടുത്തിരിക്കുന്നത് ആരെയാണ്? കുഞ്ഞുമീനിനെയാണ്. അപ്പൊ നമ്മള് ഒരു കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ ആരെ കുറിച്ചാന്ന് വെച്ചാൽ ആ കഥാപാത്രത്തെ നമ്മൾ വലിയ ഹെഡിങ് ആക്കിയിട്ട് കൊടുക്കണം അല്ലെ. ജയപ്രകാശ് കുളൂരിന്റെ മീനോളം എന്ന നാടകത്തിലെ കുഞ്ഞുമീൻ എന്ന കഥാപാത്രത്തെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏത് കഥാപാത്രത്തെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതിനെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. കുഞ്ഞുമീൻ അമ്മയുടെ മറ്റു മക്കളെ പോലെയല്ല, എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. നിരന്തരം സംശയങ്ങൾ ചോദിക്കുന്ന, ഉത്തരങ്ങളിൽ തൃപ്തി വരാത്ത, ജിജ്ഞാസ നിറഞ്ഞ ഒരു കഥാപാത്രമാണിത്. ചാട്ടുളി പോലെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ കുഞ്ഞുമീൻ ഒരു മടിയും കാണിക്കുന്നില്ല. കുഞ്ഞുമീനിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ അന്വേഷണ ത്വരയാണ്. എന്താണ് കടൽ എന്ന ചോദ്യത്തിന് ഉത്തരം തേടി കടലിന്റെ അഗാധയിലേക്കും കടലിന് പുറത്തേക്ക് പോലും സഞ്ചരിക്കാൻ ധൈര്യപ്പെടുന്നു. അമ്മയോടൊപ്പം ഈ അന്വേഷണത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുമീൻ അമ്മയ്ക്ക് അതിന് കഴിയില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ ഒറ്റയ്ക്ക് യാത്ര തിരിക്കുന്നു. ഈ യാത്രയിലൂടെ കുഞ്ഞുമീൻ കടലിനെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പുതിയ അറിവുകൾ നേടുന്നു. അറിവിന്റെ അനന്തമായ സാധ്യതകളെയാണ് ഈ കഥാപാത്രം പ്രതിനിധീകരിക്കുന്നത്. കണ്ടെത്തിയ ഉത്തരങ്ങൾ അമ്മയുമായി പങ്കുവെക്കുന്നതിലൂടെ കുഞ്ഞുമീൻ തന്റെ സ്നേഹവും കരുതലും പ്രകടിപ്പിക്കുന്നു. മീനോളം നാടകത്തിലെ കുഞ്ഞുമീൻ എന്ന കഥാപാത്രം കുട്ടികളിലെ ജിജ്ഞാസയുടെയും അന്വേഷണ തൃഷ്ണതയുടെയും പ്രതീകമാണ്. ഈ കഥാപാത്രം വായനക്കാരിൽ ചിന്തയും കൗതുകവും ഉയർത്തുകയും അറിവിന്റെ അനന്തമായ ലോകത്തേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ മീനോളം എന്നുള്ള പാഠഭാഗത്തിലെ പ്രധാന രണ്ട് കഥാപാത്രങ്ങളായിരുന്നു കുഞ്ഞുമീനും അമ്മമീനും. അപ്പം ഇതിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിനെ കുറിച്ചിട്ട് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മിസ് ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുമീനിനെ കുറിച്ചിട്ടാണ്. ഒരു കുസൃതിക്കാരനായിരുന്നില്ല ആ കുഞ്ഞുമീന്. അപ്പോൾ ആ കുഞ്ഞുമീനിനെ കുറിച്ചിട്ടുള്ള ഒരു അടിപൊളി കഥാപാത്ര നിരൂപണമാണ് എൻ്റെ മക്കൾ കേട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കഥാപാത്രത്തിന്റെ സവിശേഷതകളും എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ ഒരു അടിപൊളി കഥാപാത്ര നിരൂപണം സെറ്റാക്കി എഴുതാൻ പറ്റും. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മിസ്സിന്റെ ക്ലാസ്സിന്റെ വിലപ്പെട്ട കമന്റ്സ് കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ.